പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണിന് താഴ്വശത്തൊക്കെ ഉണ്ടാവുന്ന കറുപ്പ് നിറമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന 2-3 ടിപ്സുകൾ ആണെന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് നമ്മുടെ കണ്ണിനടിയിൽ വശത്തുണ്ടാവുന്ന കറുപ്പൊക്കെ മാറ്റാൻ പറ്റും എന്ന് കരുതി 1-2 ദിവസം കൊണ്ടൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കുറേ വർഷങ്ങളൊക്കെ വർഷങ്ങൾ കൊണ്ടേ ഉള്ള കറുപ്പ് നിറമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടുന്നതിന് കുറച്ച് കാലതാമസമൊക്കെ വരും. കാലതാമസം എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഒന്നും വേണ്ട, ഏകദേശം 1 മാസത്തിനടുത്തൊക്കെ നമ്മൾ ഇത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നല്ല വ്യക്തമായുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ചെറിയ കറുപ്പൊക്കെ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ 1-2-3 ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് പ്രധാനമായിട്ടും കണ്ണിനടിയിൽ കറുപ്പൊക്കെ വരാനായിട്ട് കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ കൊണ്ടാണ്. രണ്ടാമത് നമുക്ക് ഓവർ ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കണ്ണിനടിയിൽ കറുപ്പൊക്കെ വരാനായിട്ട് കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഒന്നും ഉപയോഗിക്കാതെയൊക്കെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും കണ്ണിനടിയിൽ കറുപ്പ് വരുന്നതിനായിട്ട് കാരണമാകാറുണ്ട്. പിന്നെ ചില അസുഖങ്ങളുടെ മരുന്നൊക്കെ കഴിക്കുന്നതിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ടും അങ്ങനെ കറുപ്പ് നിറമൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള കറുപ്പ് നിറം മാറുമോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. കാരണം ബാക്കി ഈ സൺടാൻ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ കൊണ്ടോ ഉറക്കമില്ലായ്മ കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്ന കറുപ്പ് നിറമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാറുന്നതായിരിക്കും. ഒരുപാട് കാലതാമസമൊക്കെ ഉള്ള എന്താണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ഒരു 3 ആഴ്ചയൊക്കെ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കണം. അതല്ല നമുക്ക് കുറച്ച് നാളൊക്കെ ആയിട്ടുള്ളൂ വന്നിട്ടുള്ളതെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 3 ടിപ്സാണ് ഇതിനായിട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതുമാണ്. യാതൊരു വിധമായ സൈഡ് എഫക്റ്റ് നമുക്ക് ഇതിൽ നിന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ടിപ്സുകൾ എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മൾ ഈ ടിപ്സ് 3 എണ്ണം ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ കൊണ്ടാണ്. വെളിച്ചെണ്ണയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. കാരണം വെളിച്ചെണ്ണ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്ത്യയിലെ ഈ രീതിക്ക് അനുസരിച്ച് വെളിച്ചെണ്ണ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബോഡിക്ക് സ്യൂട്ട് ആവുന്നതാണ്. നമ്മൾ ഈ വെളിച്ചെണ്ണയുടെ ഗുണങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പുറമേ ഉള്ള ഒലിവ് ഓയിലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒലിവ് ഓയിലും ബദാം ഓയിലും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനേക്കാൾ എല്ലാം ഗുണം ചെയ്യുന്നതാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കൊണ്ടുള്ള 2-3 സിറമാണ് നമ്മളിപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെയധികം ഗുണം കിട്ടുന്നതാണ്. വെളിച്ചെണ്ണ നമുക്ക് ദേഹത്തൊക്കെ തേച്ച് കുളിക്കുന്നതിനായിട്ട് നല്ല നിറം വയ്ക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. ഒലിവ് ഓയിലിനേക്കായും അതുപോലെ ബദാം ഓയിലിനേക്കായും എല്ലാം ഗുണമുള്ളതാണ് വെളിച്ചെണ്ണ. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും നാരങ്ങാനീരുമാണ്. അപ്പോൾ നാരങ്ങാനീര് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കും, നാരങ്ങാനീരൊക്കെ ഫേസിൽ നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നേരിട്ടല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫേസിലേക്ക്. നാരങ്ങാനീരിനോടൊപ്പം നമ്മൾ വെളിച്ചെണ്ണയും കൂടി ചേർത്താണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ല. കാരണം ഞാനിത് ഉപയോഗിച്ച് നോക്കിയതാണ്. എനിക്ക് അടുത്തൊക്കെ ഉള്ള 2-3 ആൾക്കാരൊക്കെ ഇത് ഉപയോഗിച്ച് നോക്കിയതാണ്. ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടിയതാണ്. അതിനുശേഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ്. 3 എണ്ണവും ഞങ്ങൾ കുറച്ച് പേര് ഉപയോഗിച്ച് നോക്കി അതിന്റെ റിസൾട്ട് കിട്ടിയത് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയും ചെറുനാരങ്ങ നീരുമാണ്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും നാരങ്ങ നീരും എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, 1 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ തന്നെ നാരങ്ങ നീരും എടുക്കണം. ചെറുനാരങ്ങ നീരും 1 സ്പൂൺ തന്നെ എടുക്കണം. കൂടാനോ കുറയാനോ പാടില്ല. രണ്ടും കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. ഏത് സ്പൂണിനാണോ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നത് അതേ സ്പൂണിന് തന്നെ അത്രയും തന്നെ എടുക്കണം നാരങ്ങ നീരും എടുക്കുക. എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത്, കാരണം നല്ല രീതിയിൽ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആയി കിട്ടണം. മിക്സ് ആയതിനു ശേഷം നമുക്കിത് ചെറിയൊരു ബോട്ടിലോ മറ്റോ ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. 1 മാസം വരെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്ന, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് നമുക്ക് എടുക്കുക. എടുത്തതിന് ശേഷം കണ്ണിന്റെ ചുറ്റും നന്നായിട്ട് തേച്ച് കൊടുക്കുക. കണ്ണിന്റെ ചുറ്റും നമ്മൾ സിറം തേക്കുന്ന സമയത്ത് നമ്മൾ ഈ വിരൽ കൊണ്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ചെറുവിരലിന് ശേഷമുള്ള ഈ വിരൽ ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്. ആ വിരൽ കൊണ്ട് മാത്രമേ നമ്മൾ സിറം ആയാലും എന്തോ ആയാലും നമ്മുടെ കണ്ണിനടിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിരലെന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ്. ആ വിരൽ നമുക്ക് ഇവിടെ കണ്ണിനടിയിലുള്ള ഈ ചെറിയ ചെറിയ നരമ്പുകൾക്കൊന്നും കോട്ടം തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിരൽ കൊണ്ട് തേക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഈ വിരൽ കൊണ്ട് നമുക്ക് ചെറുതായിട്ട് നല്ല രീതിയിൽ താഴ്വശത്തും കണ്ണിൻ്റെ വട്ടം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ചെറിയൊരു മസാജ് കൊടുക്കും. അത് ഒരുപാട് ഹാർഡായിട്ട് കണ്ണിൻ്റെ വശത്തൊന്നും നമ്മൾ തേച്ച് കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ പൗഡറൊക്കെ ഇടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും നന്നായിട്ട് ചില ആൾക്കാരൊക്കെ കണ്ടിട്ട് കൺമഷിയൊക്കെ എഴുതിയതിന് ശേഷം ഭയങ്കരമായിട്ട് തുണിയും ടർക്കിയൊക്കെ വെച്ച് ഇതുപോലെ കണ്ണിനടി വെച്ച് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് തുടച്ച് കളയുന്നതാണ്.
അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ചെറിയ ഒട്ടും കട്ടിയില്ലാത്ത ചെറിയ നരമ്പുകളാണ് കണ്ണിന്റെ താഴ്വശത്തൊക്കെ ഉള്ളത്. അപ്പോൾ അതിനൊക്കെ കോട്ടം വരികയും അത് ഒരിക്കലും മാറാത്ത രീതിയിലുള്ള കണ്ണിന് കറുപ്പൊക്കെ വരുന്നതിനൊക്കെ കാരണമാവും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. തേച്ച് കൊടുത്ത് 2 മണിക്കൂറിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഒരു തുണിയോ മറ്റോ കട്ടി കുറഞ്ഞ ഒരു തുണിയോ എന്തെങ്കിലും വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് തുടച്ച് കളയാം. ഇല്ലെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഫേസ് വാഷ് എന്തെങ്കിലും ഉപയോഗിച്ച് വേണം വാഷ് ചെയ്യാനായിട്ട്, അല്ലാതെ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. കഴിയുന്നതും ഫേസിൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക, ഫേസ് വാഷ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയും. ആദ്യം തന്നെ വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ തന്നെ അലോവേര ജെൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, 1 സ്പൂൺ വെളിച്ചെണ്ണയും 1 സ്പൂൺ അലോവേരയാണെങ്കിൽ 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അതല്ല വെളിച്ചെണ്ണയുടെയും അലോവേരയുടെയും ക്വാണ്ടിറ്റി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വൈറ്റമിൻ ഇയുടെയും ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതേ അളവ് ഈ 1 സ്പൂൺ തന്നെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 1 സ്പൂൺ 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മതി. 1 സ്പൂൺ അലോവേര ജെല്ല്, 1 സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഈ മിക്സിങ്ങിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. കാരണം ഈ വെളിച്ചെണ്ണയോടൊപ്പം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ അലോവേര ജെല്ലും ഒക്കെ മിക്സായി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അത് നല്ല രീതിയിൽ അതിനനുസരിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് കണ്ണിന്റെ താഴ്വശത്ത് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വാഷ് ചെയ്ത് കളയാം, ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ നല്ല പഞ്ഞി പോലെയൊക്കെയുള്ള നല്ല ഒട്ടും കട്ടിയില്ലാത്ത തുണിയില്ലേ, അങ്ങനെയുള്ള തുണി വെച്ച് നമുക്ക് തുടച്ച് കളയാവുന്നതാണ്. ഒപ്പിക്കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് നമ്മൾ ഹാർഡായിട്ട് തുടച്ചു കൊടുക്കരുത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് നമുക്ക് ഫേസൊക്കെ നന്നായിട്ട് കഴുകി എടുക്കാവുന്നതാണ്. കഴുകി കഴിഞ്ഞാലും കുഴപ്പമില്ല. അത് ഇട്ടുകൊണ്ട് കിടക്കാനായിട്ട് പറ്റുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അങ്ങനെ കിടക്കാൻ ചില ആൾക്കാർക്കൊന്നും പറ്റത്തില്ല. മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കിടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർക്ക്. എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒന്നും അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാം. അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതും വളരെ നല്ലതാണ്, ഏറ്റവും നല്ലതാണ് അതും. കാരണം ചില ആൾക്കാർക്ക് ഈ അലോവേര ചില ആൾക്കാരുടെ സ്കിന്നിന് നല്ലതല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ ടിപ്പ് പറഞ്ഞത്. ഈ അലോവേര ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കരുത്. അല്ലാതെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ടിപ്പ് ഉപയോഗിക്കുക. അത് വളരെ നല്ലതാണ്. രണ്ടിൽ ഏത് ചെയ്ത് കഴിഞ്ഞാലും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇനി അടുത്ത ടിപ്പും വളരെയധികം സിമ്പിളാണ്. അതുപോലെ തന്നെ വളരെയധികം നല്ല ഗുണം കിട്ടുന്നതുമാണ്. അതായത് 1 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണയോടൊപ്പം തന്നെ 1/2 സ്പൂൺ തേനും കൂടി എടുക്കുക. അത് ശുദ്ധമായ തേനൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പലപ്പോഴും കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന തേനുകളൊക്കെ മായം ചേർന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളത് തന്നെ നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയുള്ളത് തന്നെ എടുക്കുക. കാരണം അതിനായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത്. അതായത് 1 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ പ്രത്യേകം അതിന്റെ അളവ് ശ്രദ്ധിക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ 1/2 സ്പൂൺ മാത്രമേ തേൻ എടുക്കാനായിട്ട് പാടുള്ളൂ. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഏകദേശം 1 മാസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾ 2 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ തേൻ എടുക്കണം. നമ്മൾ എത്ര വെളിച്ചെണ്ണ എടുക്കുന്നോ അതിന്റെ പകുതി ആയിരിക്കണം തേൻ എടുക്കേണ്ടത്. എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ കണ്ണിന്റെ താഴ്വശത്ത് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. കണ്ണിന് നമ്മൾ ഇതിൽ ഏത് സിറം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതായിരിക്കണം. അല്ലാതെ പൗഡറൊക്കെ തേച്ചതിന് ശേഷം മറ്റു മേക്കപ്പുകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒരു കാരണവശാലും നമ്മൾ ഇത് ഉപയോഗിക്കരുത്. കാരണം എപ്പോഴും നല്ല രീതിയിലും ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം അത് സോപ്പിട്ട് വാഷ് ചെയ്യുന്നതിനേക്കായി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത്. അങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം വേണം ഈ സിറം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം രാത്രിയിൽ ചെയ്യേണ്ടതാണ്. രാത്രിയിൽ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാം. അതല്ല 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയേണ്ട എന്നുണ്ടെങ്കിൽ അത് തേച്ചുകൊണ്ട് നമുക്ക് കിടക്കാവുന്നതാണ്. വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഒരുപാട് പേർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമുക്ക് കണ്ണിനടിയിലുള്ള കറുപ്പ് നിറം എന്ന് പറയുന്നത്. അത് മാറാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.